വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എജു ഈസ്. നമ്മൾ 8ാം ക്ലാസ്സിൻ്റെ മാത്സിൻ്റെ പാർട്ട് 1 വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. ഇനി അടുത്ത ഞാൻ പാർട്ട് 2 വീഡിയോ ആണ് ഇടുന്നത്. നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ 7 ചോദ്യമാണ് ചെയ്തത്. നെക്സ്റ്റ് 8ാമത്തെ ചോദ്യത്തിലോട്ട് കിടക്കുകയാണ്. ഇൻ ദ ഫിഗർ O ഈസ് ദ സെൻറ്റർ, AB ഈസ് എ ഡയമീറ്റർ ആൻഡ് C ഈസ് എ പോയിൻ്റ് ഓൺ ദ സർക്കിൾ. ഒരു സർക്കിളിലെ ഒരു പോയിൻ്റാണ് C എന്ന് പറയുന്നത്. പിന്നെ ആ സർക്കിളിൻ്റെ സെൻറ്ററാണ് എന്ത് O. AB എന്ന് പറഞ്ഞത് ആ സർക്കിളിൻ്റെ ഡയമീറ്റർ ആണ്. വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ AOC? അതിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? ആ സർക്കിളിനുള്ളിലൊരു ട്രയാങ്കിൾ ഫോം ചെയ്തിട്ടുണ്ട്. ആ ട്രയാങ്കിളിൻ്റെ ബേസ് ചെയ്തുകൊണ്ട് ആംഗിൾ AOC കണ്ടുപിടിക്കണം, ആംഗിൾ OAC കണ്ടുപിടിക്കണം, ആ സർക്കിളിൻ്റെ റേഡിയസ് കണ്ടുപിടിക്കണം. നമുക്ക് കണ്ട ഒരു പിക്ചർ താഴെ തന്നിട്ടുണ്ട്. ഒരു സർക്കിളും അതിലൊരു ട്രയാങ്കിളും കണ്ടോ. AC എന്ന് പറഞ്ഞൊരു ലൈൻ 5 സെൻറ്റിമീറ്റർ, പിന്നെ O എന്ന് പറഞ്ഞത് ആ ഒരു സർക്കിളിൻ്റെ സെൻറ്ററാണ്, AB എന്ന് പറഞ്ഞത് ആ സർക്കിളിൻ്റെ ഡയമീറ്റർ ആണ്. പിന്നെ സിയിൽ നിന്ന് ഓയിലോട്ടൊരു ലൈൻ പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ വന്നിരിക്കുന്ന ആംഗിളാണ് 120 ഡിഗ്രി. ഇത്രയും നമ്മുടെ പിക്ചറിൽ തന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ഒന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ AOC? നോക്കിക്കേ, COB എത്രയാണ്? 120 ഡിഗ്രിയാണ്. എങ്കിൽ നമുക്ക് AOC കണ്ടുപിടിച്ചൂടെ? ആ ഓയുടെ ആ ഭാഗത്തായിട്ട് വരുന്ന ആംഗിൾ എത്രയായിരിക്കും? മറ്റേ ഭാഗത്ത് 120 ഉണ്ട് അല്ലേ? അപ്പോൾ മൊത്തം ആംഗിൾ 180 ആണ്. അപ്പോൾ 180ൽ നിന്ന് 120 കുറച്ചാൽ നമുക്ക് AOC കണ്ടുപിടിച്ചൂടെ? അപ്പോൾ ഓയുടെ അവിടെ 180ൽ നിന്ന് 120 കുറച്ചാൽ ബാലൻസ് എത്രയാണ്? 60 ഡിഗ്രി. അപ്പോൾ AOC എന്നുള്ള ആംഗിൾ എത്ര കിട്ടും? 60 ഡിഗ്രി. അടുത്തത് എന്താണ്? വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ OAC? OAC എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യണം? ഇനിയും കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും? നമുക്കറിയാം എന്താണ്, ഒരു സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് ആ സർക്കിളിൻ്റെ മറ്റേതൊരു പോയിന്റിലോട്ടും വരയ്ക്കുന്ന ലൈൻ എപ്പോഴും എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പോൾ എൻ്റെ AC എന്ന് പറഞ്ഞ ലൈനിന് തുല്യമായിരിക്കും എന്ത്? നോക്കിയേ, അവിടെ AC എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് എന്താണ്? AC എന്ന് പറഞ്ഞത് എന്താണ്? അത് ഒരു ലൈനാണ്. ഇനി നോക്കി, AO എന്ന് പറഞ്ഞ ഒരു ലൈനും അല്ലെങ്കിൽ OA എന്ന് പറഞ്ഞൊരു ലൈനും OB എന്ന് പറഞ്ഞ 2 ലൈൻ ഉണ്ടല്ലോ, അതും ഓക്കെ. ഇനി നോക്കിക്കേ, OA എന്ന് പറഞ്ഞ ലൈൻ OC എന്ന് പറഞ്ഞ ലൈനിന് എന്തായിരിക്കും? തുല്യമായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ അതെന്താണ്? OA ഈസ്കൽ ടു OC എന്ന് പറഞ്ഞാൽ അത് ആ സർക്കിളിൻ്റെ എന്താണ്? റേഡിയസ് ആണ് കേട്ടോ. സർക്കിളിൻ്റെ എന്താണ്? റേഡിയസ് ആണ്. അപ്പോൾ OA ഈസ്കൽ ടു OC ബ്രാക്കറ്റിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് റേഡിയസ് ഓഫ് ദ സർക്കിൾ. അതുകൊണ്ട് തന്നെ 2 സൈഡ്സ് ആർ ഈക്വൽ. അവിടെ 2 സൈഡ്സും എത്ര തന്നെ? 5 സെൻറ്റിമീറ്റർ ആണ്. അതുകൊണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും അല്ലേ? അപ്പോൾ 60യുടെ മറ്റേ ഓപ്പോസിറ്റ് അത് തന്നെ ആയിരിക്കും ആംഗിൾ OAC. നമ്മൾ മുമ്പേ പറഞ്ഞ ഐഡിയ തന്നെ. ആംഗിൾ OAC എത്ര തന്നെ ആയിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും അല്ലേ? അപ്പോൾ 180 മൈനസ് 60 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ്കൽ ടു 120/2 ഈസ്കൽ ടു 60 ഡിഗ്രിയാണ്. അപ്പം ആംഗിൾ എന്താണ്? ആംഗിൾ AOCയും എത്രയാണ്? 60 ഡിഗ്രിയാണ്. ആംഗിൾ OACയും എന്ത് തന്നെയാണ്? 60 ഡിഗ്രിയാണ്. അപ്പം 2 സൈഡും 60 ആണെങ്കിൽ മറ്റേ ആംഗിൾ എത്ര തന്നെ ആയിരിക്കും? 60 ആയിരിക്കും. അപ്പോൾ 60 അങ്ങനെ ആയിരിക്കും അതിൻ്റെ ആംഗിൾ പോകുന്നത്. അത് വിട്ടേക്ക്. അപ്പോൾ ആംഗിൾ OAC നമുക്ക് എത്ര കിട്ടി? 60 ഡിഗ്രി. ഇനി ആ സർക്കിളിൻ്റെ റേഡിയസ് കണ്ടുപിടിക്കാമല്ലോ. നമുക്കറിയാം റേഡിയസ് എത്രയാണ് അവിടെ കൊടുത്തിട്ടുണ്ട്? എന്താണ്? 5 സെൻറ്റിമീറ്റർ. അപ്പോൾ അതിൻ്റെ റേഡിയസ് എത്ര തന്നെയാണ്? OA എന്ന് പറഞ്ഞതും OC എന്ന് പറഞ്ഞതും തുല്യമാണ് അല്ലേ? അപ്പോൾ അതെന്തായിരുന്നു? റേഡിയസ് 5 സെൻറ്റിമീറ്റർ ആണ്. നെക്സ്റ്റ് ചോദ്യം 9ാമത്തത്, A+B ഇൻറ്റു A - B ഈസ്കൽ ടു A² - B². ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇക്വേഷൻ ആട്ടോ അത്. A+B ഇൻറ്റു A - B ഈസ്കൽ ടു A² - B². ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഒന്നാമത്തെ ചോദ്യം, A+2 ഇൻറ്റു A - 2 എത്രയാണ്? ഒന്നുമില്ല, ആ ബിയുടെ സ്ഥാനത്ത് നമ്മൾ എത്രൻ്റെ വാല്യൂ ഇട്ട് കൊടുക്കുക? 2 ഇട്ട് കൊടുക്കുക. അപ്പോൾ എങ്ങനെയാ? A² - B² അല്ലേ എൻ്റെ ആൻസർ. അപ്പോൾ A², എയുടെ സ്ഥാനത്ത് എന്ത് തന്നെ? A² മൈനസ് B²ൻ്റെ സ്ഥാനത്ത് B എത്രയാണ് അവിടെ തന്നിരിക്കുന്നത്? 2 ആണ് അല്ലേ? അപ്പം 2ൻ്റെ സ്ക്വയർ. അപ്പോൾ A² - 2ൻ്റെ സ്ക്വയർ ഈസ്കൽ ടു A² - 2ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്ര? 2 × 2 എത്രയാണ്? 4 ആണ്. അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ എത്ര കിട്ടി? A² - 4.
നെക്സ്റ്റ് ചോദ്യം, കാൽക്കുലേറ്റ് 5.6 സ്ക്വയർ മൈനസ് 4.4 സ്ക്വയർ. അതായത് നമുക്ക് ഓൾറെഡി എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഇങ്ങ് തന്നേക്കുക അല്ലേ. 5.6 സ്ക്വയർ മൈനസ് 4.4 സ്ക്വയർ എന്നുള്ള ഒരു മെത്തേഡ് ഇങ്ങ് തന്നേക്കുക. അപ്പോൾ നമ്മളത് ഏത് മെത്തേഡിലോട്ടാക്കണം? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബിയിലോട്ടാക്കണം. ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. എ എത്രയാണ് ഇവിടെ? 5.6 അല്ലേ. ബി എത്രയാണ്? 4.4. അപ്പോൾ എന്താണ്? 5.6 പ്ലസ് എയുടെ സ്ഥാനത്ത് 5.6 പ്ലസ് ബിയുടെ സ്ഥാനത്ത് 4.4 ഇൻറ്റു ഇനിയും എയുടെ സ്ഥാനത്ത് 5.6 മൈനസ് ബിയുടെ സ്ഥാനത്ത് 4.4. 5.6ഉം 4.4ഉം കൂടെ കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടുന്നത്? 10.0 കിട്ടും അല്ലേ. 10 കിട്ടും. അതേ ഇൻറ്റു 5.6ൽ നിന്ന് 4.4 കുറച്ചേ, അപ്പോൾ എത്ര കിട്ടും? 1.2 കിട്ടും. അപ്പം 10.0 ഇൻറ്റു 1.2. 10.0 എന്ന് പറഞ്ഞാൽ നമുക്ക് 10 എടുത്താൽ മതി. 10 ഇൻറ്റു 1.2 ചെയ്യുക. നമുക്കറിയാം 10 ഇൻറ്റു 12 എത്ര? 120 ആണ് അല്ലേ. എന്നിട്ട് ഒരു സ്ഥാനം മാറ്റി പോയിന്റ് കൊടുത്താൽ മതിയല്ലോ. അപ്പം എത്ര കിട്ടും? 12.0. ആൻസർ എത്രയാണ്? എസ് 12 ആണ് അതിൻ്റെ ആൻസർ. ഓക്കെ, ഇനി അടുത്ത 10ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ റിഗാർഡിംഗ് ദ ഡയഗണൽസ് ഓഫ് എ റെക്റ്റാങ്കിൾ. നമ്മുടെ റെക്റ്റാങ്കിളിൻ്റെ ഡയഗണൽസുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന ഏത് പോയിൻ്റാണ് ശരി? Diagonals are equal, diagonals are parallel, diagonals are perpendicular bisector of each other, diagonals are different. നമുക്കറിയാം ഒരു റെക്റ്റാങ്കിളിൻ്റെ ക്രോസ് ആയിട്ട് വരയ്ക്കുന്ന രണ്ട് ഡയഗണൽസും എപ്പോഴും എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പോൾ നമ്മുടെ ആൻസർ ഡയഗണൽസ് ആർ ഈക്വൽ. അടുത്ത ചോദ്യം എല്ലാവർക്കും വരയ്ക്കാൻ അറിയാവുന്ന ചോദ്യമാണ്. എന്താണ്? ഡ്രോ എ റെക്റ്റാങ്കിൾ ഓഫ് സൈഡ് 5 സെൻറ്റിമീറ്റർ ആൻഡ് ഡയഗണൽ എത്രയാണ്? 6 സെൻറ്റിമീറ്റർ അല്ലേ. അപ്പം ഡ്രോ എ റെക്റ്റാങ്കിൾ ഓഫ് സൈഡ് 5 സെൻറ്റിമീറ്റർ ആൻഡ് ഡയഗണൽ 6 സെൻറ്റിമീറ്റർ. ഞാൻ എൻ്റെ അവിടെ വരച്ചിട്ടുണ്ട്. നിങ്ങൾ ഓൾറെഡി വരച്ച് പഠിച്ചിട്ടുള്ളവരായിരിക്കും. അപ്പോൾ ആ ഒരു മോഡൽ എന്ത് ചെയ്യുക? ആ പിക്ചർ വരയ്ക്കുക കേട്ടോ. അടുത്ത 11ാമത്തെ ചോദ്യം, നമുക്ക് വരച്ചുകൊണ്ടിരുന്ന സമയം പോവും, അതുകൊണ്ടാണ് നിങ്ങൾക്ക് അത് അറിയാവുന്ന ഇത് തന്നെയായിരിക്കും. നോക്കിയാൽ മതി, അത് ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണ് കേട്ടോ. അടുത്തത് 11ാമത്തെ ചോദ്യം, ദ ലൈൻ പി ക്യു ഈസ് ഡിവൈഡഡ് ഇൻറ്റു 7 ഈക്വൽ പാർട്സ്. ഫസ്റ്റ് 4 പാർട്സ് ടുഗദർ ഈസ് പി ആർ. എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? പി ക്യു എന്ന് പറഞ്ഞ ഒരു ലൈന് അതിനെ തുല്യമായി 7 ഇതായിട്ട് ഭാഗിച്ചിട്ടുണ്ട്. ആദ്യത്തെ 4 പാർട്സ്, അതായത് പി ആർ എന്ന് പറഞ്ഞത് ആദ്യത്തെ 4 പാർട്സ് ആണ്. അപ്പോൾ ആർ ക്യു എന്ന് പറഞ്ഞത് ബാക്കി എത്ര പാർട്സ് ആണ്? മൊത്തം 7 പാർട്സ് ആണ്. പി ആർ എന്ന് പറഞ്ഞാൽ 4 പാർട്ടാണെങ്കിൽ ആർ ക്യു എന്നത് എത്ര ആയിരിക്കും? ആർ ക്യു എന്നത് എത്ര പാർട്സ് ആയിരിക്കും? അത് 3 പാർട്സ് ആയിരിക്കും അല്ലേ. അപ്പോൾ പി ആർ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ പി ക്യു എന്ന് പറഞ്ഞത് 7 പാർട്സ് ആണ്. ആ 7 പാർട്സിനെ തുല്യമായി വീതിച്ചിരിക്കുന്നു. അതിൽ പി ക്യു എന്ന് പറഞ്ഞ ലൈനിൻ്റെ നടുക്കായിട്ട് 6, കറക്റ്റ് സെൻറ്റർ അല്ല, ആ ഭാഗത്ത് 6 കൊടുത്തിരിക്കുന്നു. അപ്പോൾ പി ആർ എന്ന് പറഞ്ഞത് 4 ആണെങ്കിൽ ആർ ക്യു എന്നത് എത്ര ആയിരിക്കും? 3 ആയിരിക്കും. നമ്മുടെ ഈ ചോദ്യം, വാട്ട് പോർഷൻ ഓഫ് പി ക്യു ഈസ് പി ആർ. പി ക്യു എന്ന് പറഞ്ഞതിൻ്റെ എത്ര ഭാഗമാണ് പി ആർ? നമ്മുടെ റേഷ്യോയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ എന്താണ്? ടോട്ടൽ 7 ആണ്. അപ്പോൾ 7ൽ എത്ര ഭാഗമാണ് പി ആർ? 4. അപ്പം 4/7, അതായത് 7ൽ 4 ആണ് എൻ്റെ ആൻസർ. 4/7. അടുത്ത, വാട്ട് പോർഷൻ ഓഫ് പി ക്യു ഈസ് ആർ ക്യു. പി ക്യു എന്ന് പറഞ്ഞാൽ ആ ഒരു ലൈനിൽ ആർ ക്യു എത്രയാണ് എൻ്റെ ഭാഗം? നമുക്കറിയാവുന്നത് തന്നെയാണ് അല്ലേ. മറ്റേത് 4 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 3 ആയിരിക്കും. അപ്പം 3/7. ഇനി വാട്ട് മൾട്ടിപ്ലൈ ഓഫ് ആർ ക്യു ഇൻ പി ആർ. നോക്കിയേ, വാട്ട് മൾട്ടിപ്ലൈ ഓഫ് ആർ ക്യു ഇൻ പി ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? പി ആറിനെ എന്ത് ചെയ്യുക? ആർ ക്യു കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടും. നമുക്ക് എത്രയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? അപ്പോൾ പി ആർ ബൈ ആർ ക്യു ചെയ്യുക. അവിടെ ഞാൻ ചെയ്തിട്ടുണ്ട്. പി ആർ എത്രയാണ്? 4/7 ഡിവൈഡഡ് ബൈ ആർ ക്യു എത്രയാണ്? 3/7. നോക്കിയേ, നമുക്ക് അവിടെ തന്നെ വെച്ച് എന്ത് ചെയ്യാം? 7ഉം 7ഉം ക്യാൻസൽ ചെയ്ത് കളയാം. ബാലൻസ് എത്ര കിട്ടും? 4/3. അപ്പോൾ വാട്ട് മൾട്ടിപ്പിൾ ഓഫ് ആർ ക്യു ഇൻ പി ആർ എന്ന് പറയുമ്പോൾ നമ്മുടെ ആൻസർ അവിടെ എത്രയാണ്? 4/3. നെക്സ്റ്റ് ചോദ്യം, 12ാമത്തെ ചോദ്യം, വൈഗ ഡെപ്പോസിറ്റഡ് 40,000 rupees in a bank which pays interest compound half yearly. The annual rate of interest is 10%. After 1 year she withdraw 15,000 rupees. അപ്പോൾ വൈഗ ഒരു ബാങ്കിൽ കൊണ്ടുവന്ന് 40,000 രൂപ എന്ത് ചെയ്തിരിക്കുന്നു? ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നു. അത് ആനുവൽ ഇൻട്രസ്റ്റ് ആയിട്ടല്ല, ഹാഫ് ഇയർലി കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ആനുവൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ്, അതിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണ്? 10% ആണ്. ആഫ്റ്റർ 1 year, ഒരു വർഷം കഴിഞ്ഞപ്പോൾ അവൾ അതിൽ നിന്ന് 15,000 രൂപ എന്ത് ചെയ്തു? അങ്ങ് വിഡ്രോ ചെയ്തു. എങ്കിൽ നമ്മുടെ ആദ്യത്തെ ചോദ്യം,
ഹൗ മച്ച് വുഡ് ഷീ ഹാവ് ഇൻ ഹർ അക്കൗണ്ട് ആഫ്റ്റർ വിഡ്രോയിങ് 15,000 റുപ്പീസ്? 15,000 രൂപ വിഡ്രോ ചെയ്തതിന് ശേഷം എന്താണ് അവളുടെ അക്കൗണ്ടിൽ എത്ര രൂപയായിരുന്നു ഉള്ളത്? അപ്പോൾ എന്താണ് എമൗണ്ട് ഇൻ അക്കൗണ്ട് ആഫ്റ്റർ 1 ഇയർ? നോക്കിക്കേ, പി ഇൻറ്റു 1 + r/100 ദ ഓൾ റേസ് ടു ടി. നമ്മൾ മുമ്പേ പറഞ്ഞ ഇക്വേഷൻ തന്നെയാണ്. പിയുടെ സ്ഥാനത്ത് 40,000 ഇൻറ്റു 1 + r എത്രയാണ്? നമുക്കറിയാം ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞത് 10% അല്ലേ? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 10% ആണ്. പക്ഷേ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത് ഹാഫ് ഇയർലി ആണ്. ഹാഫ് ഇയർലി എന്ന് പറയുമ്പോൾ 10%-ൻ്റെ നേർ പാതിയായിരിക്കണം. നമ്മൾ 6 മാസം അതാണ് അവിടെ ഐഡിയ ചെയ്തിരുന്നത് കേട്ടോ. അപ്പോൾ എന്താണ്, അപ്പോൾ 6 എത്രയാണ്? 10% ഇട്ട് ചെയ്താൽ നമ്മുടെ ആൻസർ തെറ്റും. അവിടെ എത്രയാണ്? 5 എന്നാണ് വരുന്നത് കേട്ടോ. അപ്പോൾ 5/100. അതുപോലെ ടി എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ? നമ്മൾ വിചാരിക്കും 1 വർഷമെന്നല്ലേ പറഞ്ഞേക്കുന്നത്, അപ്പോൾ നമുക്ക് 1 ഇട്ടാൽ പോരേ എന്ന് വിചാരിക്കും. അല്ല, അവിടെ തെറ്റും. അവിടെ നമ്മൾ 2 ഇടണം. കാരണം എന്താണെന്ന് വെച്ചാൽ 1 വർഷം എന്ന് പറഞ്ഞാൽ ഹാഫ് ഇയർലി എന്ന ബേസിൽ 6 മന്ത് + 6 മന്ത് ആണ് അല്ലേ? അതുകൊണ്ടാണ് സാർ ഞാൻ സൈഡിൽ ഒരു ബ്ലാക്കിങ് ഇട്ട് എഴുതിയേക്കുന്നത്. അതാണ് 6 മന്ത് + 6 മന്ത് = 1 ഇയർ. അപ്പോൾ അവിടെ എത്രയാണ്? അവിടുത്തെ ടൈം എത്രയാണ്? 2 ആണ് കേട്ടോ. അപ്പോൾ 40,000 ഇൻറ്റു 1 + 5/100 റേസ് ടു എത്രയാണ്? 2. ഇനി മുമ്പേ ചെയ്തുവിട്ട് 40,000 ഇൻറ്റു മുമ്പത്തെ കണ്ടവർക്കറിയാം ഇതെങ്ങനെ 105 കിട്ടിയെന്ന് അറിയാമല്ലോ അല്ലേ? അപ്പോൾ 105/100 ഇൻറ്റു 105/100. ഇനി എന്ത് ചെയ്യണം? താഴത്തെ 4 സീറോയും മുകളിലത്തെ 4 സീറോയും കൂടെ ക്യാൻസൽ ചെയ്തു. അപ്പോൾ 4 ഇൻറ്റു 105 ഇൻറ്റു 105 ഡിവൈഡഡ് ബൈ 1. 105 ഇൻറ്റു 105 ഇൻറ്റു 4 ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 44,100 44,100 റുപ്പീസ് എന്ന് കിട്ടും. അത്രയാണ് നമ്മുടെ ആൻസർ. ഇനി നമ്മളോട് പറഞ്ഞേക്കുന്നത് നമുക്ക് ബാലൻസ് എമൗണ്ട് എത്ര ആണെന്നാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? 15,000 എടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാലൻസ് എമൗണ്ട് എന്താണ്? ഇപ്പം നമ്മുടെ ഇൻട്രസ്റ്റ് കൂടെ കൂട്ടിയുള്ളത് എത്രയാണ്? 44,100 ആണ്. ആ 44,100-ൽ നിന്ന് 15,000 രൂപ എന്ത് ചെയ്യണം? അങ്ങ് മൈനസ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ആൻസർ എത്ര കിട്ടി? ബാലൻസ് എമൗണ്ട് 29,100 റുപ്പീസ്. ഇനി ബി ചോദ്യം എന്തായിരുന്നു? ഹൗ മച്ച് എമൗണ്ട് വുഡ് ഷീ ഹാവ് ഇൻ ഹർ അക്കൗണ്ട് അഗെയിൻ ആഫ്റ്റർ 6 മന്ത്? അപ്പോൾ 6 മന്തിന് ശേഷം 6 മന്തിന് ശേഷം എത്രയാണെന്ന് നമുക്ക് നോക്കാം. ആഫ്റ്റർ 6 മന്തിന് ശേഷം എമൗണ്ട് എത്രയാണ്? അപ്പം നമ്മൾ ബാലൻസ് എമൗണ്ട് 29,100 എടുക്കണം. അപ്പം 29,100 ഇൻറ്റു 1 + 5/100 റേസ് ടു ഒന്നും അവിടെ കൊടുക്കണ്ട. 6 മന്ത് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് നമ്മൾ റേസ് ടു 1 എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ 29,100 ഇൻറ്റു 105/100. അപ്പം 0 കൂടെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 291 ഇൻറ്റു 105. നമ്മുടെ ഫൈനൽ ആൻസർ എത്ര കിട്ടും? 44,100 എന്ന് നമ്മുടെ ആൻസർ കിട്ടും. ഇനി നമുക്ക് ഒരു ചോദ്യം കൂടെ ഞാൻ വെക്കുന്നത്, നോക്കിക്കേ, നമ്മുടെ ഒരു കാലണ്ടർ ടൈപ്പ് ചോദ്യമാണ്. 13ാമത്തെ ചോദ്യം. 9 നമ്പേഴ്സ് ഇൻ എ കാലണ്ടർ ഫോമിംഗ് എ സ്ക്വയർ ആർ മാർക്ക്ഡ് ആസ് ഷോൺ ബിലോ. നമുക്കവിടെ ഒരു കാലണ്ടർ കൊടുത്തിട്ടുണ്ട്. 8, 9, 10. അതിൽ 8ഉം 10ഉം എന്ത് ചെയ്തിട്ടിരിക്കുന്നതാണ്? സർക്കിൾ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ലൈനിൽ 15, 16, 17, 15, 16, 17. അതിനൊന്നും നമ്മൾ സർക്കിൾ ചെയ്തിട്ടില്ല. പിന്നുള്ളത് എത്രയാണ്? 22, 23, 24. അതിൽ 22നും 24നും എന്ത് ചെയ്തിട്ടുണ്ട്? സർക്കിൾ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ചോദ്യം, റൈറ്റ് ദ ഡയഗണൽ പെയേഴ്സ്. നമ്മളിപ്പോൾ ഒരു റെക്റ്റാങ്കിളിലെ ഡയഗണലൊക്കെ വരയ്ക്കത്തില്ലേ? അപ്പോൾ ആ ഡയഗണൽ പെയേഴ്സ് എഴുതാൻ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പെയർ ഏതൊക്കെയാണ്? ഓപ്പോസിറ്റായിട്ട് വരുന്ന 8ഉം 24. സെക്കൻഡ് പെയർ ഏതാണ്? 22ഉം 10ഉമാണ് അല്ലേ? ഇനി നമ്മളോട് ചോദിച്ചേക്കുന്ന ബി ചോദ്യം എന്താണ്? ഫൈൻഡ് ദ ഡിഫറൻസ് ഓഫ് ദ സം ഓഫ് ദ ഡയഗണൽ പെയേഴ്സ്. ഈ ഡയഗണൽ പെയേഴ്സിൻ്റെ അത് തമ്മിൽ കൂട്ടുക, എന്നിട്ട് അതിൻ്റെ വ്യത്യാസം കാണുക. അപ്പോൾ 8, 24 അല്ലേ ആദ്യത്തത്? അപ്പോൾ 8 + 24 മൈനസ് 10, 22 അല്ലേ? 10 + 22. 8, 24 കൂടെ കൂട്ടിയാൽ 32 മൈനസ് 10 + 22 എത്രയാണ്? 32. 32ൽ നിന്ന് 32 കുറച്ച് എത്ര കിട്ടും? നമ്മുടെ ആൻസർ 0 എന്ന് കിട്ടും. ഇനി ലാസ്റ്റ് അതിൻ്റെ സി ചോദ്യം. ഇനി ഈ കിട്ടിയ ആൻസറിനെ ബേസ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഓൾജിബ്രിക് ഫോം തയ്യാറാക്കുക. അപ്പോൾ എന്താണ്? നമുക്ക് 8നെ x ആയിട്ടും എടുക്കുക, 24നെ എന്താണ്? x + 16. അതെങ്ങനെയാണ് കിട്ടിയെന്നറിയോ? x + 16 എങ്ങനെയാണ് കിട്ടിയെന്നറിയോ?
നമ്മൾ ആലോചിച്ച് നോക്കണം. നോക്കിക്കേ, 8 + 24 - 10 + 22 അതാണ് നമ്മുടെ ആ ഡിഫറൻസിൻ്റെ ആ ഒരു ഫോർമുല ബിയുടെ നോക്കിയാൽ കണ്ടറിയാം. അപ്പം നമ്മൾ എക്സ് 8 അങ്ങ് എക്സ് ആയിട്ട് എടുത്തു. എക്സ് പ്ലസ് 24 എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കണം, ഈ 8ൻ്റെ കൂടെ എത്ര കൂട്ടിയാലാണ് 24 കിട്ടുന്നത്? 8ൻ്റെ കൂടെ 16 കൂട്ടിയാലല്ലേ? അതുകൊണ്ടാണ് നമ്മൾ എഴുതിയിരിക്കുന്നത് എക്സ് പ്ലസ് 16. മനസ്സിലായോ? 8നെ എക്സ് ആയിട്ട് എടുത്തു, 24നെ അപ്പം നമ്മൾ എങ്ങനെ എഴുതണം? 8ൻ്റെ കൂടെ 16 കൂട്ടണം. അപ്പോൾ എന്താണ് 8ൻ്റെ കൂടെ 16 എന്ന് പറയുമ്പോൾ ഇവിടെ 8ൻ്റെ സ്ഥാനത്ത് എന്താണ്? എക്സ് ആണ്. അപ്പോൾ എക്സ് പ്ലസ് 16 മൈനസ് ഇനി എത്രയാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്? 10 ആണല്ലോ. 10 + 22. അപ്പോൾ 10ന് പകരം നമ്മൾ എത്ര എഴുതണം? 8ൻ്റെ കൂടെ എത്ര കൂട്ടിയാലാണ് 10? 8ൻ്റെ കൂടെ 2 കൂട്ടിയാലാണ്. അപ്പം എക്സ് പ്ലസ് 2 പ്ലസ് 22 കിട്ടണമെങ്കിലോ 8ൻ്റെ കൂടെ എത്ര കൂട്ടണം? 14 കൂട്ടണം. അപ്പം എക്സ് പ്ലസ് 14. ഓക്കെ, ഇനി നോക്കിയേ, എക്സ് പ്ലസ് 16. എക്സും കൂടെ കൂട്ടിയാൽ 2x പ്ലസ് 16 മൈനസ് ഇനി അടുത്തത് എന്തായിരുന്നു? മറ്റേത് എക്സ് പ്ലസ് 2 പ്ലസ് എക്സ് പ്ലസ് 14. അവിടെ എക്സും കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും? 2x. ഇനി നോക്കിയേ, ബ്രാക്കറ്റിൻ്റെ വെളിയിൽ മൈനസും ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എന്താണ്? പ്ലസ്സുമാണ്. അപ്പോൾ പ്ലസ് ഇൻറ്റു മൈനസ് എന്തായി മാറും? നടുക്ക് മൈനസായി മാറും. ഇനി 14ഉം 12ഉം കൂടെ കൂട്ടിയാൽ 16. അപ്പോൾ ഒന്ന് 2x പ്ലസ് 16ഉം ഒന്ന് 2x മൈനസ് 16ഉം ഇവ തമ്മിലുള്ള മൈനസ് ഡിഫറൻസ് ചെയ്താൽ രണ്ടും ഒന്ന് 2x പ്ലസ് 16ഉം ഒന്ന് 2x മൈനസ് 16ഉമാണ്. അപ്പോൾ തന്നെ രണ്ടും കൂടെ ക്യാൻസൽ ചെയ്ത് ഫൈനൽ ആൻസർ എന്ത് കിട്ടും? 0 എന്ന് കിട്ടും. ഓക്കെ, ഞാൻ ഇത്രയാണ് ഈ ക്ലാസ്സിലായിട്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇതിലെ പല ചോദ്യങ്ങളും നാളത്തെ എക്സാമിനായിട്ട് ഉപകരിക്കും. എന്തുവായാലും മാക്സിമം സപ്പോർട്ട് ചെയ്യുക എന്നെ. നിങ്ങൾ സപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രം നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട്, അതായത് കമൻറ്റ് രൂപത്തിലും ലൈക്ക് രൂപത്തിലും പിന്നെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുമ്പോഴൊക്കെയാണ് നമ്മുടെ ഈ ഒരു ക്ലാസ്സസ് എത്രമാത്രം മറ്റുള്ളവരിലേക്ക് എത്തിച്ചെല്ലാൻ പറ്റത്തുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും മാത്സ് നല്ല വൃത്തിയായിട്ട് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവർക്കും A+ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എജുവീസ് എന്ന് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. എന്നെ സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് ചെയ്താൽ ഞാൻ തിരിച്ച് നിങ്ങളുടെ കൂടെ തന്നെ കണ്ടിരിക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച്.